ഹേ ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂരിൻ്റെ തന്നെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പീച്ച് ഡാമിലേക്കാണ്. സോ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ആൻഡ് 6:30 വരെയാണ് പീച്ച് ഡാം ഉള്ളത്. സോ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഹൈവേ കൂടെയാണ് പോകുന്നത്. മണ്ണുത്തി ഹൈവേ പിടിച്ച് നേരെ പീച്ച് ഡാമിലേക്ക്. സോ ലെറ്റ്സ് ഗോ. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹൈവേ നിന്ന് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളി റോഡാണ്. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. കുറേ പൂക്കളും അധികം ആൾ ഇല്ലാത്ത, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ബസ്സോ കാറൊക്കെ പോകുന്ന നല്ലൊരു റോഡ്. പക്ഷെ ഞാനിവിടെ കുറച്ച് നേരം നമ്മുടെ സ്കൂട്ടറൊക്കെ വെച്ച് കുറച്ച് നേരം കാറ്റൊക്കെ കണ്ട് ഈ ഭംഗികളൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. ആൻഡ് പിന്നീട് നമ്മൾ വീണ്ടും സ്കൂട്ടർ എടുത്ത് പോകാൻ തുടങ്ങി. ഓക്കെ, സോ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ആണ് ഉള്ളത്. ആൻഡ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെൻട്രൽ നഴ്സറി എന്നൊക്കെ പറഞ്ഞ ഫോറസ്റ്റുകാർ കുറച്ച് സ്ഥലങ്ങൾ വരും, കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ നമ്മൾ പീച്ച് ഡാമിൻ്റെ കവാടം കാണും. ആൻഡ് ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങോട്ട് വിട്ടു പോകുമ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ നേരെ പീച്ച് ഡാമിൻ്റെ ഉള്ളിലേക്ക് എത്തുക. കവാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മീറ്ററുകൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ 2 വഴി കാണാം. അതിലടുത്ത സൈഡാണ് പീച്ച് ഡാം. സോ അടുത്ത സൈഡിൽ കൂടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ള ഏരിയ കിട്ടും. സോ അവിടെ നമ്മുടെ സ്കൂട്ടർ നമ്മൾ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അന്ന് അത്ര അധികം തിരക്കുള്ള ദിവസമല്ല, ഇന്നൊരു വ്യാഴാഴ്ചയാണ്. സോ അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത്. എന്തായാലും സ്കൂട്ടറൊക്കെ വെച്ച് ഞാൻ നേരെ പീച്ച് ഡാമിലേക്ക് നടന്നു തുടങ്ങി. സോ അവിടെ നിന്ന് നല്ല ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സെക്കൻഡിലേക്ക് പോകുന്ന ബസ്സുകളാണ്. പിന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാര്യം. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ നടന്ന് അടിയിലേക്ക് ഇറങ്ങുകയാണ്. അടിഭാഗത്താണ് നമ്മുടെ റിസർവോയറും ലൈക്ക് മൊത്തം കാണാൻ വരുന്നത്. സോ അവിടെ സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. വലതുവശത്തായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. സോ അവിടെ നിന്ന് ഞാനൊരു ടിക്കറ്റ് എടുത്ത് നേരെ വീണ്ടും നടക്കുക. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ റിസർവോയറിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. വലത് കാല് വെച്ച് തന്നെ നമ്മൾ ഗേറ്റ് കടന്നു. ആൻഡ് ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പീച്ചി ഡാം റിസർവോയർ. എന്ത് ഭംഗിയല്ലേ, നല്ല വലിയൊരു റിസർവോയർ തന്നെയാണ്. ഒരുപാട് രസമുള്ള കാഴ്ചകളുള്ള നല്ലൊരു റിസർവോയറാണ്. സോ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരുപാട് പേര് അവിടെ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. സോ അധികം വെള്ളമൊന്നും പൊങ്ങിയിട്ടില്ല. നമ്മുടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ ഭാഗമൊക്കെ നിറയെ വെള്ളമായിരിക്കും. പക്ഷെ ഇപ്പം അധികം വെള്ളമൊന്നും ഇല്ലാത്ത കാരണം ആൾക്കാർ മീൻപിടുത്തം നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ റിസർവോയറിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം ഉണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതൊന്നുമല്ല, അതിനേക്കാളും 10 ഇരട്ടി ഭംഗിയാണ്. ആൻഡ് ഇവിടെ ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാം ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. അതിൻ്റെ അടിയിൽ കുറേ പേര് ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ എന്ന് പറയുന്നത്. ഇത് തുറക്കുമ്പോൾ ഈ ഭാഗം മൊത്തം വെള്ളമായിരിക്കും. ഇതിക്കോടെ വെള്ളം കുതിച്ച് ചാടും. ആൻഡ് അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഈ ഗേറ്റിൽ കൂടെ റിസർവോയർ കണ്ടു കഴിഞ്ഞ് പവീലിയൻ കാണാൻ കയറുകയാണ്. പവീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വാച്ച് ടവറാണ്. സോ ജസ്റ്റ് ഈ ഗേറ്റിൽ കൂടെ കടന്ന് നേരെ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പവീലിയൻ. നല്ല ഡിസൈനൊക്കെയുള്ള അടിപൊളി സ്ഥലമാണ്. സോ ഒരു സ്റ്റെപ്പ് പടി ഉണ്ട്. നമുക്ക് വേഗം ആ സ്റ്റെപ്പ് പടി കയറി മുകളിലേക്ക് എത്തി നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ടുള്ള പവീലിയൻ. സോ നിങ്ങൾക്ക് ഈ ഷോട്ടുകളൊക്കെ ഓർമ്മയുണ്ടാവും. കുറേ സ്ഥലങ്ങളിലും കുറേ ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഷോട്ടാണിത്.
അങ്ങനെ എഴുത്തും കുത്തുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പവീലിയൻ്റെ മുകളിലേക്ക് എത്തി. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ, പീച്ച് ഡാമിൻ്റെ ടോപ്പ് വ്യൂ ഓഫ് ദി റിസർവോയർ. ഇവിടുന്ന് കാണാൻ അടിപൊളിയാണ്. മറ്റേത് നന്നായിരുന്നു, പക്ഷെ അതിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നല്ല ഹൈറ്റ് ഉണ്ട്, കുത്തനെയുള്ള സ്റ്റെപ്പ് കൂടിയാണ്. ഇവിടുന്ന് സൂര്യനൊക്കെ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു വ്യൂവും ആ ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത് വളരെ അടിപൊളിയാണ്. സോ നിങ്ങളൊരു ക്യാമറ ഫയലൊക്കെ ആണെങ്കിൽ, അല്ല സിനി ഫയലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ പവീലിയൻ ഇറങ്ങി വരുമ്പോൾ പിന്നീട് നമ്മളൊരു കാട്ടിലേക്കാണ് നടക്കുന്നത്. ചെറിയൊരു കാടാണ്, കാട്ടിൽ കുറേ മരങ്ങളും കുറേ ജീവികളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ആ കാട് മൊത്തം നടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും പവീലിയൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തും. കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കവാടം കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു കവാടം. ഈ കവാടത്തിൻ്റെ ഉള്ളിൽക്കൂടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കൊരു സ്റ്റെപ്പ് വഴി കാണാം, അടിക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് വഴി. ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പീച്ച് ഡാമിൻ്റെ നല്ലൊരു സൈഡ് വ്യൂ കിട്ടും. ആ സൈഡ് വ്യൂ ഒക്കെ കണ്ട് പിന്നെയും സൈഡിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്റ്റെപ്പ് വഴി കാണാൻ പറ്റും. കണ്ടില്ലേ, കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ സ്റ്റെപ്പ് വഴി, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വഴിയാണ്. ഇതും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തണത് നമ്മുടെ ഗാർഡനിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഗാർഡൻ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ നടുക്കിൽ തന്നെ ഒരു ടോമ്പൊക്കെ ഉണ്ട്, നല്ല വൈബുള്ളൊരു ടോമ്പാണ്. ഇവിടെ രാജാക്കന്മാരുടെ കാലത്തുള്ള പോലെ ഒരു സെറ്റപ്പ്. എന്തായാലും ടോമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലും അടിപൊളി വ്യൂസാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു പാലം കാണാം. ഈ പാലം കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് നേരെ പോകുമ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് പോർഷനായിട്ടുള്ളൊരു ഗാർഡൻ. ആ ഗാർഡനിൽ നിന്നും കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് വഴി കാണാൻ പറ്റും. അങ്ങനെ ഗാർഡനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് വഴി വരെയാണ്. ഇതാണ് നമ്മുടെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് നേരെ കയറി പോണത് നമ്മുടെ ലാസ്റ്റിലേക്കാണ്. ഈ സ്റ്റെപ്പ് കയറി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, ഒരുപാട് ഹൈറ്റിൽ ഒരുപാട് കുത്തനെയാണ്. സോ അതെല്ലാം കയറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഇത് വെള്ളച്ചാട്ടമല്ല, പകരം ഡാമിൻ്റെ റിസർവോയറിലെ വെള്ളം തുറന്നുവിടാണ്. സോ ഈ ഒരു വെള്ളം അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു സീൻ തന്നെയാണ്. അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ പീച്ച് ഡാമിൻ്റെ ഇത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ കയറിയ കവാടം. അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡിൽ കൂടി. സോ ഒന്നും കൂടി നിങ്ങൾക്ക് നമ്മുടെ റിസർവോയർ ഒന്ന് കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പീച്ച് ഡാമിൻ്റെ ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മൾ നേരെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ സ്കൂട്ടർ എടുത്തു, നമ്മൾ പോകാൻ പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു നമ്മുടെ പീച്ച് ഡാമിൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നല്ല വ്ളോഗുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.